CRI ഇപ്പം നിയമ ഭേദഗതിയെക്കുറിച്ചൊരു വലിയ ആശങ്ക ഇപ്പം കേരള സഭയിലും ഭാരത കത്തോലിക്ക സഭയിലും പടർന്നു പിടിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാം. ഞാനത് പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ല. എന്നിരുന്നാലും കേട്ടതും അറിഞ്ഞതും വെച്ച് നോക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും ക്രൈസ്തവ സമൂഹത്തിനോ സഹോദരങ്ങൾക്കോ ഏതെങ്കിലും വിധത്തിൽ ഒരു ദ്രോഹം ചെയ്യുന്ന രീതിയിലുള്ള ഒരു നീക്കം ഉണ്ടാവില്ല, അത് ഉറപ്പ്. ഈ വിഷയത്തിൽ സംസ്ഥാന പ്രസിഡൻറ്റുമായിട്ട് ഞാൻ ഇന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹവും പറഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത്, ഒരു കാരണവശാലും ഈ പുതിയ ഈ ഭേദഗതികളോ FCRA ഉണ്ടായിരിക്കുന്ന എന്ന് പറയുന്ന ഈ ഭേദഗതികളോ ഒന്നും ക്രൈസ്തവ സമൂഹത്തെ ഒരിക്കലും ദോഷകരമായി ബാധിക്കില്ല. അത് അദ്ദേഹം ഏറ്റെടുക്കുന്നൊരു കാര്യമാണ്. പിന്നെ ഞാനും ഇപ്പോൾ ഉടനെ തന്നെ അദ്ദേഹമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, കേന്ദ്ര നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും എപ്പോഴും ക്രൈസ്തവ സമൂഹത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അത് സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും. ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ വിദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഈ തുകകൾ കൊണ്ടാണ്. പ്രത്യേകിച്ച് അനാഥാലയങ്ങൾ, അതേപോലെ തന്നെ ഈ ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം, അതേപോലെ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ FCRA ഫണ്ട് ഉപയോഗിച്ചാണ്. അപ്പം അതിനൊരു തടസ്സം ഇപ്പോൾ തന്നെ ഉണ്ട്. നിയമങ്ങളുടെ ഒരു വലിയ പ്രശ്നം, അത് ലഭിക്കുന്നതിന് തടസ്സമുണ്ട്. അപ്പം കൂടുതൽ കർശനമായാൽ സഭയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഇത്തരം സേവന പ്രവർത്തനങ്ങളിലൂടെ സഭ ലക്ഷ്യമിടുന്ന പ്രവർത്തനങ്ങളെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ പൂർണ്ണമായൊരു പ്രവർത്തനം ഇത് ഇല്ലാതെ, കാരണം സഭയ്ക്ക് സുഗമമായി പ്രവർത്തനം നടത്താനുള്ള പ്രവർത്തനം അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാകും. തീർച്ചയായിട്ടും ഫോറിനേഴ്സിൻ്റെ പണം മാത്രമല്ല, അത് ഒരു നാട്ടിൽ നിന്ന് അവിടെ പോയി നാട്ടുകാരായിട്ടുള്ളവർ അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഇടവുകളുണ്ട്, അവിടെ നമ്മുടെ അച്ഛന്മാർ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവരുടെ നേർച്ച പണവും അവരുടെ സംഭാവനകളും ആണ് പ്രധാനമായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഇടങ്ങളിൽ നിന്ന് സിസ്റ്റേഴ്സും അച്ഛന്മാരും പോയി അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന ശമ്പളവും അത് ഈ FCRAയിലൂടെയാണ് വരുന്നത്. അങ്ങനെയാണല്ലോ നിയമപരമായി. അതിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ FCRA ഏതെങ്കിലും കാരണം കൊണ്ട് ക്യാൻസൽ ചെയ്താൽ അത് ഗവൺമെൻറ്റിൻ്റെ വകയാവും. അതുവഴിയായി ഉണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോഴാണ്. അപ്പോൾ നമ്മളൊരു ഒരു സംരംഭം ആരംഭിച്ചിട്ടുള്ളത് ഒരു പെർസെൻറ്റേജ് മാത്രമായിരിക്കും ഇവരുടെ സഹായം. ബാക്കിയുള്ളത് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാകുന്ന പണം കൊണ്ടാണ്. പക്ഷെ അത് പിന്നെ നമ്മൾ ക്ലെയിം ചെയ്തെടുക്കുക എന്നുള്ളത് പറയുന്നത് ബുദ്ധിമുട്ടായിട്ട് വരും. അതേസമയത്ത് ഈ ഫോറിൻ പണത്തെ സംബന്ധിച്ച് നിബന്ധനകൾ ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമാണ്. അത് നിബന്ധനകൾ ഇപ്പം തന്നെ ഉണ്ട്. അത് പാലിക്കപ്പെട്ടാൽ മാത്രം മതിയാവും. നിരന്തരമായ സ്കൂട്ടണിയുണ്ട്. അതിനോട് സത്യസന്ധത പുലർത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിലാവാം ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് അതൊരു വലിയൊരു ആങ്സൈറ്റി അതിൻ്റെ പിൻപിൽ നമുക്ക് ഉണ്ടാകുന്നത്. ഇതെല്ലാം ഈ നമ്മുടെ സാമൂഹ്യ ശുശ്രൂഷകളെല്ലാം, കാരുണ്യ ശുശ്രൂഷകളുടെ എല്ലാം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പണം ഉപയോഗിക്കുന്നത്. അത് ഫോറിനേഴ്സിൻ്റെ പണം മാത്രമല്ല, അത് അധികമായി നമ്മുടെ നാട്ടുകാരായ ആളുകളവിടെ പോയി ജോലി ചെയ്യുന്നതും അവിടെ ജീവിക്കുന്നത്, അവരെ പള്ളിയിൽ പോയി നേർച്ചയിടുന്നതും നമുക്ക് ഇടവകളുണ്ട്. ആ പണമാണ് മുഖ്യമായും നമ്മളിതിനെ ആശ്രയിക്കുന്നത്. തീർച്ചയായിട്ടും തിരുമേനി പറഞ്ഞ ഭയാശങ്കകൾ പൂർണ്ണമായ അർത്ഥത്തിൽ അത് ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെ ഒരു ഭയാശങ്ക ഉള്ള സ്ഥിതിക്ക് അതേക്കുറിച്ച് ആ വിവരം ഞാൻ തീർച്ചയായിട്ടും സെൻട്രൽ കമ്മിറ്റി നേതാക്കന്മാരോടും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട അധികാരികളോടും അത് ഞാൻ ധരിപ്പിക്കും. കാരണം അങ്ങനെ ഒരു ഭയാശങ്ക ഉണ്ടാകുമെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് അത് പരിഹരിക്കേണ്ടതാണ്. എപ്പോഴും ക്രൈസ്തവ സഭാ അംഗങ്ങളുടെ വിശ്വാസികളുടെ എന്തെങ്കിലും ഈ തരത്തിലൊരു ഭീതിയോ ഒരു സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കേണ്ട കടമ വാസ്തവത്തിൽ ഭരണാധികാരികൾക്കുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിൽ ഇടപെടണം. ഇതിൻ്റെ എല്ലാവരും എന്താണോ നീതി കിട്ടാൻ സഹായമാകുന്നത് ആ നടപടിയിലേക്ക് നീങ്ങണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. പാർട്ടിയും അങ്ങനെ തന്നെയായിരിക്കും ഒരുപക്ഷെ നിലപാട് സ്വീകരിക്കും.